നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബിഎച്ച് ഹോം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കറി തയ്യാറാക്കാനായിട്ട് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ചെറുള്ളിക്ക് പകരം ഒരു ചെറിയ സവാള വേണമെങ്കിൽ, ചെറുള്ളി ഇല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കറി തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കടുകാണ്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ജീരകത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ 5 മുതൽ 7 സെക്കൻഡ് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒഴികെയുള്ള ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുത്ത് ഇവയെല്ലാം ഒന്നൊരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വഴറ്റിയെടുക്കാവുന്നതാണ്. ശേഷം അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, 2 നുള്ള് ഉലുവ പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവപ്പൊടിക്ക് പകരം ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ കടുക് വറുത്ത സമയത്ത് 1 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തതിന് ശേഷം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 മുതൽ 2 മിനിറ്റ് സമയം മതിയാവും. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കറിക്ക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈരും 3/4 കപ്പ് വെള്ളവും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടത്തൈരാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന തൈര് കട്ടത്തൈരല്ല എങ്കിൽ അല്പം വെള്ളമയമുള്ള തൈരാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് മാറ്റം വരുത്തേണ്ടതാണ്. തൈര് ചേർത്ത് കൊടുത്ത് തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി തൈരിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മഞ്ഞപ്പൊടിയുടെ നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മുടെ കറി റെഡിയാക്കി എടുക്കുമ്പം. ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു 30 മുതൽ 35-40 സെക്കൻഡ് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ആ ചൂടിൽ നമ്മൾ കറി അനക്കാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ആ ഒരു ചെറിയ ചൂടൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ചോറിനൊക്കെ പറ്റുന്ന നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.